നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റാണ് ഇലക്ട്രിക്കൽ വയേഴ്സ്. അപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റിൽ പലതരം ഇലക്ട്രിക് വയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ പല റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അവർ പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ബ്രാൻഡുകൾക്കും V-Guard, പോളിക്യാബ്, RR, KEI, ഫിനോലെക്സ് അങ്ങനെ പറയുന്ന എല്ലാ ബ്രാൻഡുകൾക്കും പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളൊരു കാറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവർ നമ്മളോട് പറയില്ലേ ബേസ് മോഡൽ, അത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മോഡൽ, പിന്നെ ഒരു പ്രീമിയം മോഡൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ വയേഴ്സിനെല്ലാം ഒരു എക്കണോമിക്കൽ കാറ്റഗറി ഉണ്ട്, ഒരു മീഡിയം കാറ്റഗറി ഉണ്ട്, ഒരു പ്രീമിയം കാറ്റഗറി ഉണ്ട്. ഇതിന് പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും, ഫീച്ചേഴ്സിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഈ പ്രീമിയം, എക്കണോമിക്കൽ, മീഡിയം എന്നുള്ളൊരു തരംതിരിവ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വയറിൽ യൂസ് ചെയ്തിരിക്കുന്ന കോപ്പർ, അതിൻ്റെ പുറമെ കൊടുത്തിരിക്കുന്ന ഇൻസുലേഷൻ, അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയിട്ടാണ് ഈ കാറ്റഗറി ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ സുരക്ഷയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏത് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുക.